യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആണ്ടുവട്ടം 8ാമത്തെ ആഴ്ച, ചൊവ്വാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മർക്കോസിന്റെ സുവിശേഷം 10ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ്. പത്രോസ് യേശുവിനോട് പറയുകയാണ്, ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുന്നുവെന്ന്. ഇവിടെ ശിഷ്യത്വത്തിന് വേണ്ടിയിട്ട് എല്ലാം ത്യജിക്കുന്ന ശിഷ്യന്മാരെ കാണുന്നു. അപ്പോൾ ക്രിസ്തുനാഥൻ പറയുന്ന വാക്കുകളാണ്, ആരൊക്കെയാണോ എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും പലതും ഉപേക്ഷിക്കുന്നത് അവർക്ക് ചില കാര്യങ്ങൾ ലഭിക്കുമെന്ന് പറയുന്നു. ക്രിസ്തുനാഥൻ പറഞ്ഞ ആ വാക്കുകൾ, അതായത് എന്തൊക്കെയാണ് ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അവർക്ക് നന്മകളുണ്ടാകും. അവരുടെ ജീവിതത്തിൽ മക്കളുടെ കാര്യത്തിലായാലും, ഭവനങ്ങളുടെ കാര്യങ്ങളിലായാലും, സഹോദരന്മാരുടെ കാര്യങ്ങളിലായാലും, ഇവയിലെല്ലാത്തിലും വളർച്ചയുണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ കർത്താവ് വീണ്ടും പറയുന്നത്, പീഡനങ്ങളും വരാനിരിക്കുന്ന യുഗത്തിലെ നിത്യജീവൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞു വയ്ക്കുക. 3 കാര്യങ്ങളാണ് ക്രിസ്തുനാഥൻ ഇങ്ങനെ ത്യജിക്കുന്നവർക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞത്. ഒന്നാമതായിട്ട് പറഞ്ഞത്, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും നന്മകൾ ഉണ്ടാകും എന്നും അതോടൊപ്പം തന്നെ പീഡകൾ കൂടെ ഉണ്ടാകുമെന്നും. അവസാനം കർത്താവ് പറയുന്നുണ്ട്, 3ാമതായിട്ട് പറഞ്ഞ കാര്യമാണ് നിത്യജീവൻ ഉണ്ടാകുമെന്ന്. എൻ്റെ ജീവിതത്തിൽ ആരൊക്കെയാണോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരൊക്കെയാണോ ക്രിസ്തുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പ്രഘോഷിക്കുക, ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് തുനിഞ്ഞ് ഇറങ്ങുന്നത്, അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ചില നന്മകളൊക്കെ പറ്റിയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ആയതിനാൽ പ്രിയമുള്ളവർ, നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിന്റെ നാമത്തില്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഞാൻ ജ്ഞാനസ്നാനപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഒരു അനുയായിയായിട്ട് മാറുകയാണ്. അനുയായിയായ ഞാൻ ക്രിസ്തുവിന് വേണ്ടി ചിലതൊക്കെ മാറ്റിവെക്കേണ്ടി വരും. എന്തൊക്കെയാണ് മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ, എൻ്റെ തിന്മകളൊക്കെ മാറ്റിവെക്കേണ്ടി വരും. ഞാൻ ചെയ്യുന്ന ഓരോ പല പാപങ്ങളുമൊക്കെ മാറ്റിവെക്കേണ്ടി വരും. കള്ളത്തരമൊക്കെ മാറ്റിവെക്കേണ്ടി വരും. അങ്ങനെ പലതും, വേണ്ടാത്ത പലതും മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നന്മയുണ്ടാകും എന്നുകൂടിയാണ് കർത്താവ് പറഞ്ഞത്. ആയതിനാൽ പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ